MLA കെ ബാബുവിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസമാണിന്ന്. തെരഞ്ഞെടുപ്പ് കേസിലെ വിധി വരാനിരിക്കുന്നു. എന്താണ് തൃപ്പൂണിത്തുറയിലെ വിവാദമായ തെരഞ്ഞെടുപ്പ് എന്ന് നോക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ബാബു വിജയിച്ചത് വെറും 992 വോട്ടുകൾക്കാണ്. അന്ന് പരാജയപ്പെടുത്തിയത് LDF സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് MLA ആയിരുന്ന M സ്വരാജിനെയാണ്. ശബരിമല പ്രധാന ചർച്ചാ വിഷയമായ മണ്ഡലമായിരുന്നു തൃപ്പൂണിത്തുറ. മറ്റേത് മണ്ഡലത്തെക്കാളും അതുതന്നെയാണ് അവിടുത്തെ ആരോപണങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും ഒക്കെ നയിക്കുകയും ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം വോട്ടിന് അയ്യപ്പനെ കൂട്ടുപിടിച്ചു എന്നതാണ്. അതിന് കെ ബാബുവിനെതിരെ ഹാജരാക്കിയത് വോട്ടർ സ്ലിപ്പാണ്. ആ വോട്ടർ സ്ലിപ്പിൻ്റെ പ്രത്യേകത അയ്യപ്പൻ്റെ ചിത്രം ആലേഖനം ചെയ്ത വോട്ടർ സ്ലിപ്പുകൾ വിതരണം ചെയ്തു എന്ന ആരോപണം ഉയർന്നു. M സ്വരാജ് തന്നെയാണ് ആ ആരോപണം ഉന്നയിച്ചത്. വോട്ട് അയ്യപ്പൻ എന്ന് വോട്ടർമാർക്കിടയിൽ പ്രചരിപ്പിച്ചു എന്നും LDF ആരോപിക്കുന്നു. അതിൽ M സ്വരാജ് ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയ ചില പരാമർശങ്ങൾ UDF അവിടെ രാഷ്ട്രീയ ആയുധമായി അല്ലെങ്കിൽ പ്രചാരണത്തിൽ സജീവമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കോടതിയിലേക്ക് വരുന്നു. ഈ ആരോപണം കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. സ്വാഭാവികമായും കെ ബാബു അതിനെതിരെ സുപ്രീം കോടതിയിൽ എത്തുന്നു. പക്ഷേ കെ ബാബുവിൻ്റെ ഹർജി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അങ്ങനെ കേസ് കോടതിയിൽ സജീവമാകുന്നു. 3 വർഷം നീണ്ടുനിന്ന വിചാരണ കാലയളവാണ് ഈ തെരഞ്ഞെടുപ്പ് കേസിലുണ്ടായത്. അതിൽ കെ ബാബുവും M സ്വരാജുമടക്കം 15ഓളം സാക്ഷികളും ഈ കേസിൽ കോടതിയിലെത്തി. കെ ബാബുവിൻ്റെ വിജയം റദ്ദാക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം ഇതിൽ ഉയർന്നത്. തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നും M സ്വരാജ് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും വളരെ സജീവമായ രീതിയിൽ ചർച്ചയായ വിഷയം, കോടതിയിൽ 3 വർഷത്തോളം വിചാരണ നടന്ന വിഷയം, കേരളത്തിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ് തൃപ്പൂണിത്തുറയിലെ ഈ തെരഞ്ഞെടുപ്പ് കേസ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് വരുന്ന വിധി അത് ഏത് തന്നെയായാലും അതിൽ ചില പ്രതിഫലനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം.